വലിയ ആമയാട്ടോ അത്. ഓ, അവൻ അതിൻ്റെ അടിയിൽ കയറി. ഇത് ജീവനുള്ള ഇതാണോ? അത് മീനാണോ? ഓ, അത് ജീവനുള്ള മത്സ്യം അല്ലേ? അടിപൊളി. ഓ, കളിക്കാൻ തുടങ്ങി അല്ലേ? ആ മുന്നേ അവിടെ അനങ്ങാണ്ടിരിക്കരുത്. അടിപൊളി. ആ, ഇതാണ് ഷാർക്കിന്റെ എഗ്. ഇതുണ്ടോ? 1 to 4. ഭയങ്കരമായിട്ട് നീന്തലാ. കുറെ പേര് നീന്തുന്നുണ്ട്. ഭയങ്കര നീന്തലുകാരാ അവര്. അവൻ മീനെ പിടിക്കുന്നുണ്ടല്ലേ? ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ അബുദാബിയിലാണുള്ളത്. അബുദാബി ചെറിയൊരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിക്കുക. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു ട്രിപ്പിന് പോകുന്നത്. ഞാൻ സനൂപ്, ഇത് ലിബിൻ. ഞങ്ങളിന്ന് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയണ്ടേ? അബുദാബി നാഷണൽ അക്വേറിയം. ഈ അടുത്ത് ഓപ്പൺ ആക്കിയതാണ്. നവംബർ 12-ാം തീയതി ഓപ്പൺ ആക്കിയ അക്വേറിയമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അക്വേറിയമാണ്. നല്ല റിവ്യൂസാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളേക്ക് കൂടി ഇരുത്തി കാണിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അടിപൊളി വീഡിയോ ആയിരിക്കും. കാരണം അതിനെക്കുറിച്ച് ഒരുപാട് 200 സ്രാവുകളാണ് അവിടെയുള്ളത്. 200 സ്രാവുകൾ, 360-ലധികം സ്പീഷീസിലുള്ള ജീവജാലങ്ങൾ, പിന്നെ 46,000 അതിൻ്റെ അകത്ത് ജീവജാലങ്ങളുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എല്ലാം കൊണ്ടും കിടുവായിരിക്കണം. അപ്പോൾ കൂടെ വാ, നമുക്ക് ലെറ്റ്സ് ഗോ. നമ്മൾ ഒത്തിരി കാലത്തിന് ശേഷമല്ലേ ഒരു ട്രിപ്പ് ഒന്നിച്ച് പോകുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് കാലമായില്ലേ? അങ്ങോട്ടേക്ക് അല്ലേ അല്ലേ? നമുക്ക് 130 എടുക്കാം. 130 ഗ്ലാസ്സിൽ കൂടെ ഉള്ളത്. ഇതുണ്ടല്ലോ, ഇതിൽ 4 ഓപ്ഷനാണുള്ളത്. ഫസ്റ്റ് നമുക്ക് അതിനകത്തോടെ മൊത്തം കറങ്ങി നടക്കുന്ന കാണാനുള്ളത് 105 ദീർഘത്തിൻ്റെ. 130 ദീർഘത്തിൻ്റെ അതിൽ നമുക്കൊരു അക്വേറിയം ആ ഗ്ലാസ്സിൽ കൂടെയൊക്കെ നടക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ 150 ദീർഘം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൂടെ അവരെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി ബോട്ടിൽ കൂടെ കൊണ്ടുപോകും. അതിൻ്റെ നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ 200 എന്ന് പറഞ്ഞാൽ ഫുള്ളും എല്ലാമായിട്ട് ഇടപെടാനൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ 4 ഓപ്ഷൻസാണ്: 105, 130, 150, 200. 130 includes aquarium journey. Okay. It takes like more than half an hour to complete because we have 10 zones inside. Okay. Then after you complete with this one, exit is that side. Then you have to go to the first floor to the lift. Okay. Then you will find a guide who will explain you regarding this tour. First we will go for the behind the scene. Then we will be walking in the glass bridge. Okay. It's okay. It takes like almost 15 to 20 minutes for this one. All right. Assalamu alaikum. Welcome to the National Aquarium. ഇതിന് 10 ഫോണുകളാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫോണിലോട്ട് നമ്മൾ കയറുന്നത് UAE's നാച്ചുറൽ ട്രഷർ എന്ന് പറഞ്ഞിട്ട്. കടലാമകളും മീനുകളൊക്കെ ആയിട്ട് ഇതെല്ലാം UAEയിലെ ട്രഷറുകളാണ്. UAEയിലെ മത്സ്യസമ്പത്താണിത്. ഇവിടെ എന്താ നോക്കട്ടെ. അതിൻ്റെ അടിയിലെല്ലാം ഗ്ലാസ്സാണ് കേട്ടോ. അത് കണ്ടില്ലേ? ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കാണാം മീനുകൾ പോകുന്നത്. ഇതെന്ത് മീനാത്? ഇതിൻ്റെ ഒന്നും പേരറിയില്ലല്ലോ. വലിയ ആമയാട്ടോ അത്. ഓ, അവൻ അതിൻ്റെ അടിയിൽ കയറി. അവൻ ആ വള്ളത്തെ നീക്കി മാറ്റുന്നത് കണ്ടോ? ആ, വലിയ ആമയല്ലേ? രസമായിട്ടുണ്ട്. ആ, കുഞ്ഞുങ്ങൾ കുറേ എണ്ണം പോകുന്നുണ്ട്. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലേ, പിള്ളേർക്കായിരിക്കും ഇത് കൂടുതൽ രസം. ഓ, അടിപൊളിയാട്ടോ. ഇതുപോലത്തെ ഒരു സംഭവം എക്സ്പോയ്ക്കകത്തുണ്ടല്ലോ. ഇതുപോലെ ഒരാൾ പോയി മുത്ത് വാരുന്നത്.
കിടുവാല്ലേ? ഇനി നമ്മൾ കയറാൻ പോകുന്നത് രണ്ടാമത്തെ ഫോണ്, റെഡ് സീ റെക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് പവിഴപ്പുറ്റുകൾ തന്നെയാണല്ലോ മൊത്തം. ഇതിന്റെ ഇത് ജീവനുള്ളതാണോ? മീനാണോ? ഓ, അത് ജീവനുള്ള മത്സ്യം അല്ലേ? അടിപൊളി. ഓ എന്റെ അമ്മോ, അവന്റെ വാ കണ്ടിരിക്കുന്നത്. അത് കഴിക്കുക, അതും ജീവനുള്ള സാധനങ്ങളാട്ടോ. ഇതെല്ലാം ജീവനുള്ള സാധനങ്ങൾ തന്നെയാ. അടിപൊളി. അവിടെ ഒരുത്തൻ പമ്മി ഇരിപ്പുണ്ട്. ഇതെല്ലാം ജീവനുള്ള സാധനങ്ങളാ. ഇത് കണ്ടില്ലേ ഞാൻ അനങ്ങുന്നുണ്ടോ? ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നു ഇപ്പൊ അല്ലേ. പേര്, ആ സാധനത്തിന്റെ പേര് ഷാഗി ഫ്രോഗ് ഫിഷ്, പിന്നെ റാപ്പ് ഫ്രോഗ് ഫിഷ്, വീഡി സ്കോർപോൺ ഫിഷ്, ഡ്രാഗൺ ഫിഷ്. ഡ്രാഗൺ ഫിഷ് ഏതായിരുന്നു? നമ്മൾ കണ്ടല്ലോ. സ്ക്രോൾ ഫോർ മോർ എന്നാണ് എഴുതിയേക്കുന്നത്. ബ്രിട്ടിൽ സ്റ്റാർ. ഇത് ബ്രിട്ടിൽ സ്റ്റാർ. ഏത് കളിക്കാൻ തുടങ്ങി അല്ലേ? മുന്നേ അവിടെ അനങ്ങാണ്ടിരിക്കുവായിരുന്നു. അവൻ നമ്മളെ കാണാണ്ട് പതിയെ അനങ്ങുമായിരുന്നു. ഇതൊന്നും ഇലയൊന്നുമല്ല, ഇതൊക്കെ ജീവനുള്ള സാധനങ്ങൾ തന്നെയാ. ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാട്ടോ. ഇവിടെ പേര് പറയണത്തിന് എഴുതിയിട്ടുണ്ട്. റിബൺ ഈല്. റിബൺ ഈൽ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് എവിടെയാ റിബൺ ഈല്? അങ്ങനെ കാണാനില്ല. റിബൺ ഈൽ, പിന്നെ വൈറ്റ് റിബൺ ഈൽ, സെയിൽ ഫിൻ ടാങ്ക്, സ്പെക്കിൾഡ് സാൻഡ്പെർക്ക്, ഷോർട്ട് സ്പിൻ ഗ്ലോബ് ഒറിജിൻ. എന്താണ് ഇമാരെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം ജീവനുള്ളതാണെന്ന് മനസ്സിലായി. ഓ, അതായത് ഈല് കേട്ടോ. അത് ഈലാ. ഈലിന്റെ നമ്മുടെ നാട്ടിൽ ആരോന്റെ ഒക്കെ ഇതിലുള്ള അവങ്ങ വായൊക്കെ പൊളിച്ചിരിക്കുക. ഇപ്പൊ പിടിക്കുന്നു പറഞ്ഞാ നോക്കുന്നത്. വേറെ ലോകമാണ്. ഇതിന്റെ അത് ഉണ്ട് റെഡ് സീ റീഫ്. ഇതെല്ലാം ഈ പവിഴപ്പുറ്റുകളുടെ കിട്ടുക്കൻ. വേറെ ലുക്കാണ്. കിടുക്കൻ ഒന്നും പറയാനില്ല. മാജിക്കൽ വേൾഡ് ആണ്. അതിന്റെ അടിയിൽ വയ്ക്കാൻ വലിയ തുരങ്കം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ. അത് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു എക്കോസിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇതിൽ ഈ പവിഴപ്പുറ്റുകളുടെയും ഈ സാധനങ്ങളുടെയൊക്കെ സസ്യങ്ങളുടെയൊക്കെ പല ഇതും ഇവർ ഭക്ഷിക്കുന്നതായിരിക്കും. പിന്നെ മീനുകൾക്കുള്ളത് മാത്രം ഇവർക്ക് നോക്കിയാൽ മതി. അതും വലിയ ഉത്തരത്തിലൊക്കെ മീനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നാൻ പറ്റുന്ന ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് അവർ ഇടുന്നുണ്ടാവും അല്ലേ? കാരണം ഒരു ഇക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്താലേ അവർക്കിത് ഇതാവുള്ളൂ. അതല്ലേ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് 46,000-ത്തിലധികം ജീവജാലങ്ങളുണ്ട് ഈ അക്വേറിയത്തിൽ. 360 സ്പീഷീസ്, 200 ഷാർക്കുണ്ട്. നമുക്ക് ഷാർക്കിനെ കാണണം. അടിപൊളി. ഇതെല്ലാം പലതരത്തിലുള്ള പവിഴപ്പുറ്റുകളും. അതാ സീ ഹോഴ്സ്. ശർമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഹോഴ്സ്. ഇനി സീ ഹോഴ്സ് ഇനി അവരെ കൊണ്ട് വരുമ്പോൾ കാണിക്കണം. ഇതൊക്കെ സീ ഹോഴ്സ് ഒക്കെ. സീ ഹോഴ്സിനെ കാണാനെങ്കും പോകേണ്ടത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിള്ളേർക്കറിയാം നമ്മളെക്കാൾ കൂടുതലായിട്ട്. പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും ഉറപ്പാന്ന് പറയും. ഇതെല്ലാം സീ ഹോഴ്സുകൾ തന്നെയാ. പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഇത് എസ്റ്ററി സീ ഹോഴ്സ്. 2 സീ ഹോഴ്സിന്റെ ഒരു ഐറ്റം. ഇത് ഫൈൽ ഫിഷ്. ഓ എൻ്റെ പൊന്നോ, ഇതെന്തുവാടി? ഇതിന്റെ പേരെന്താ? അതിന്റെ പേരെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇപ്പൊ നോക്കാം. ഹമൂർ വിൽക്കുന്നത്. ഹമൂർ
ഹമൂറിന്റെ പേര് നോക്കണ്ട, നമുക്കറിയാം ഹമൂർ. നമ്മൾ കുറെ പിടിച്ചിട്ടുള്ള അതിനെ. ആണല്ലേ? നമ്മളിവിടെ ഓപ്ഷനിലായിരുന്നു, നമുക്ക് കുറെ പിടിച്ച. എന്റെ പൊന്നൊരു സൈന്യം തന്നെ ഉണ്ട് ഇവിടെ. ഇത്രയും അടുത്ത് പിള്ളേരെ കൊണ്ടുവരണം കേട്ടോ. ഇത് പിള്ളേരെ മസ്റ്റായിട്ട് കൊണ്ടുവരണം. ഇവയിലുള്ളവർ എല്ലാവരും നിർബന്ധമായിട്ടും കൊണ്ടുവന്നിരിക്കണം. ഇത്രയും അത് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഇപ്പോഴാണെങ്കിലേ ഇതുണ്ട്, അതിന്റെ ക്ലീനിങ് നടക്കുന്നുണ്ട്. ഒരാൾ അതിന്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടോ എല്ലാം. നോക്ക്, പുള്ളിക്കാരൻ അവിടുന്ന് വാക്കും എല്ലാം കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ട് അതിന്റെ ഉള്ളെല്ലാം ക്ലീൻ ചെയ്യുന്നത്. എത്രയധികം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയേ. പാടാ ഇവിടെ പാടാ. ഈ ഒരു ഭീകര ഹമൂറിനെ കണ്ടോ? അവനിങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല. അവനെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇവിടെ വാടാ. ആ, ഇപ്പൊ മനസ്സിലായില്ല ഇത്രയും വലുതാവുന്നു. കൊച്ചിനൊക്കെ തിന്നാൻ മാത്രം പാത്രമുണ്ട്. ആ പിന്നെ അതെ, അതിനുള്ള ടെക്നോളജി ആയിരിക്കും അവരുടെ ഉണ്ടാവുക. ഇതിന്റെയൊക്കെ ശാസ്ത്രീയ നാമങ്ങൾ നോക്കിക്കോ. ഗ്രൈൻഡ് ഗ്രൂപ്പർ ആണ് നമ്മുടെ ഹമൂറിന്റെ പേര്. ഗ്രൈൻഡ് ഗ്രൂപ്പർ എന്ന് കണ്ടോ കേട്ടോ. ഈ ആ മീനെ കണ്ടിട്ടില്ലാത്തൊരു മീൻ അല്ലേ അത്? പേരില്ലേ? അവന്റെ പേരെന്താണോ നോക്കണ്ടേ ഇതിന്റെ അത്? ഇതാ സ്ക്രോളഡ് ഫൈൽ ഫിഷ്. ഇതാണ് മൂന്നാമത്തെ ഫോണ്, അറ്റ്ലാന്റിക് കേവ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ പുഴയിലെ മീനാണല്ലോ. കണങ്ങാനെയൊക്കെ പോലെ ഉണ്ടല്ലോ, ചൂട്ടാച്ചി കരിമീനൊക്കെ പോലെ ഉണ്ടല്ലേ. ആയിരിക്കാം. അതിന്റെ പേര് റെയിൻബോ റാസ് സ്ലിപ്പർ ലോബ്സ്റ്റർ. ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ആ, അവിടെ അള്ളിപ്പിടിച്ച് ഇരിപ്പുണ്ടോ? ആ, അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാലേ കാണാം. ഓ, ഭയങ്കര എടുത്തിരിക്കുന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ പാറയാന്നേ പറയുള്ളൂ അല്ലേ? അയ്യോ, ഇതിന്റെ പേര് ഹോഷു ക്രാബ്. ക്രാബിന്റെ എണ്ണം തന്നെയാ കേട്ടോ. പക്ഷെ ഇങ്ങനത്തെ ക്രാബൊക്കെ ഉണ്ടെന്നുള്ള തന്നെ അറിയുന്ന ഇപ്പൊ കേട്ടോ. ഹോഷു ആ, കുതിരക്കാല് പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഓ, ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? ഇത് ലെൻസാ. വലുതായിട്ട് കാണാമല്ലോ, അടിപൊളി. സ്നേക്ക് ലോക്ക് എനിമോൺസ്. ആ, ഇതിനകത്ത് ജീവനുള്ള കുറെ സാധനങ്ങളൊക്കെ കേട്ടോ. അതെ അതെ, ആ ക്രാബല്ലേ. ക്രാബിന്റെ ഒരു സ്വഭാവം എന്തായാലും ഉണ്ടാവുമല്ലോ. കണ്ടില്ലേ? അടിപൊളി. നമ്മുടെ തലയ്ക്ക് മുകളിൽ അത് നമ്മുടെ തെരണ്ടി അല്ലേ? തെരണ്ടി. തലയ്ക്ക് മുകളിൽ തെരണ്ടി. തലയ്ക്ക് മുകളിൽ തെരണ്ടി. നമ്മൾ നാലാമത്തെ ഫോണിലോട്ട് കയറുക. സബ് എന്ന് പറഞ്ഞിട്ട്. ആ,
നമ്മൾ 4ാമത്തെ ഹബിലാണ്. അയ്യോ ഇവിടെ ലോബ്സ്റ്ററുകളുടെ കളിയാണല്ലോ ഇവിടെ. ഇവിടെ ലൈറ്റിംഗ് ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു അല്ലേ മാർക്ക്? എന്തേലും അല്ലേ മുള്ളും കെട്ടും നിൽക്കുന്നതല്ലേ നിൽക്കുന്ന ലോബ്സ്റ്ററുകൾ. വെസ്റ്റേൺ റോക്ക് ലോബ്സ്റ്റർ എന്നതിൻ്റെ പേര് കേട്ടോ. എന്തായാലും കുറേ ഉണ്ട്. നമ്മൾ അടുത്തടുത്തേക്ക് കയറുവാണ്. ഇപ്പൊ 5ാമത്തേലേക്കല്ലേ കയറുന്നത്? റിംഗ് ഓഫ് ഫയർ. അടിപൊളി. ഈ ലൈറ്റിങ്ങിന്റെ പ്രത്യേകത അല്ലേ ഇത്? ഇതെന്താ ലൈറ്റ് എവിടുന്നാ വരുന്നത്? ഇതിന്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ടോ അതോ മേളിൽ നിന്ന്? അടിപൊളി. ഇറങ്ങി അടിപൊളിയാ. പിള്ളേരൊക്കെ അടിപൊളിയായിരിക്കും. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യും. ഇത് എനിക്ക് കാറിന്റെ ഉള്ളിലെല്ലാം മീന്. ഇത് ഫോക്സ് വാഗന്റെ ഏതാ ബീറ്റിലാണോ ഇത് പണ്ടത്തെ? ഇതാണ് ഷാർക്കിന്റെ എഗ്ഗ്. ഇതുണ്ടോ? 1 to 4 weeks, 4 to 8 weeks ആയത്, 8 to 12 weeks, 12 to 16 weeks. അതിന്റെ ഉള്ളിൽ ഉണ്ട്. അതിന്റെ കനക്കമുണ്ടല്ലേ ഷാർക്കിന്റെ മുട്ട. ഇത് വൈകിയ ഷാർക്കിന്റെ കുഞ്ഞ് കിടക്കുന്നത് ഇവിടെ താഴെ കാണുന്നുണ്ട്. ഷാർക്കിന്റെ കുഞ്ഞ്. ഇതെന്താ അമീബിയ പോലത്തെ ഒരു സാധനം? ഇതിന്റെ പേര് ഉണ്ടോ? സീ നെറ്റിൽസ്. ഗാർഡൻ ഈലാണ്. ഗാർഡൻ ഈൽ. ഈലാണ്. ഈലിന്റെ വർക്ക് ഇതിലുള്ള നമ്മുടെ നാട്ടിലെ മണഞ്ഞിലിന്റെ ആരന്റെ ഒക്കെ വർക്കം. അങ്ങനെ അടുത്തേക്ക് കയറുന്നു അല്ലെ? ഫ്രോസൺ ഓഷ്യൻ. ഫ്രോസൺ ഓഷ്യനിലോട്ട് കയറാം. തണുക്കുന്നുണ്ടോ നോക്കട്ടെ ഫ്രോസണില്. ആഹാ, ഇതെന്താ പറയാ ഞണ്ടുകള്. ഇതിന്റെ പേരെന്താ നോക്കട്ടെ? ആർട്ടിക് വെന്റ്. ആർട്ടിക് വെന്റ് എന്നാ അവന്റെ പേര്. ഇത് ആർട്ടിക് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ മത്സ്യങ്ങൾ മാത്രമല്ല ഉള്ള ബേർഡ്സും ഉണ്ട്. അറ്റ്ലാന്റിക് പഫിൻസ്. അത് അവർ ഫോട്ടോയ്ക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറ്റിച്ചിട്ട് ഫോട്ടോ എടുത്തു തരും. അതാ പരിപാടി. പഫിൻസ് അല്ലേ? ഇതിന്റെ അടിയിൽ കൂടെ നീന്തി പോകുന്നുണ്ട് കേട്ടോ ഇമാര്. ഇത് വയ്ക്കേ ഇമാര് ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ നീന്തി പോകുന്നുണ്ട്. അടിപൊളി. വടാ 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 മേളിൽ കയറി. എന്നാ അവന്മാര് ഭയങ്കരമായിട്ട് നീന്തലാ. കുറെ പേര് നീന്തുന്നുണ്ട്. ഭയങ്കര നീന്തലുകാരാ അവര്. അവൻ മീനെ പിടിക്കുന്നുണ്ടല്ലേ? ഇട്ട് കൊടുക്കുന്ന. ഓ അതിനായി മാതിരി താഴേക്ക് പോകുന്നു. ഇപ്പോ ഇടയ്ക്ക് ഇത് ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാനുള്ള കഫറ്റീരിയ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലഡഡ് ഫോറസ്റ്റിലോട്ടാണ് കയറാൻ പോകുന്നത്. ഫ്ലഡഡ് ഫോറസ്റ്റ്. അമ്മോ, ഇവിടെ കയറും കൊണ്ട് കെട്ടി മറച്ചിട്ടേക്കുവാണേ. സസ്പെൻസ് ആയിരിക്കുമോ? ഓ ഇതൊരു ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണെന്ന് തോന്നുന്നു കേട്ടോ.
ഇവിടെ തവളയൊക്കെ ഉണ്ട്. തവള എന്തിയടാ, വാടാ തവള. ഒളിച്ചിരിക്കുക. ഇവിടെ എന്നാ ഉള്ളത്? ഗാർഡൻ ട്രീ ഫ്രോഗ്. ഇത് നമ്മുടെ നാട്ടിലെ നാട്ടുതവള, പച്ചത്തവള. പച്ചത്തവളേനൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 8 കാലി പോലത്തെ ഒരു സാധനം, ഗോലിയാത്ത്. അവന്റെ പേര് ഗോലിയാത്ത് എന്നാ. ഗോലിയാത്ത് ഒരു 8 കാലി പോലത്തെ സാധനം. 8 കാലി ഞാൻ തോന്നുട്ടോ അല്ലേ? ഇവിടെ എന്നാ ഉള്ളത്? മാത്താമാത്തയാ. ഇവിടെ മാത്താമാത്തയുണ്ട്. മാത്താമാത്ത അവൻ എവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. മാത്ത വെളി വേണോ? മാത്തം വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതാണ് ഇലക്ട്രിക് ഈല്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ആമസോണിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതാ എവിടെ നോക്കുക, ഇലക്ട്രിക് ഈല്. ഇതുണ്ടോ ഇലക്ട്രിക് ഈല്? ഇവനുണ്ടല്ലോ, ഇവൻ ഷോക്ക് അടിച്ചാൽ ആൾക്കാർ വരെ ചാകാൻ മാത്രം ശക്തിയുള്ള ഇലക്ട്രിക് ഷോക്ക് ഇവനുണ്ട്. ഇവന്റെ ഉണ്ട്. ഭയങ്കര മിടുക്കനവൻ. കേട്ടോ, എന്താ വലിപ്പം നോക്ക്. ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കുവൻ. ഇതാ കാപ്പി. കാപ്പിബറ, സ്ക്വിറൽ മങ്കി, ന്യൂട്രിയ. ആഹാ, ഇവിടെ ജീവജാലങ്ങളുണ്ട്. ഇവിടെ മത്സ്യങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ. കാപ്പിബറയും പിന്നെന്താ അവന്റെ പേര്? എന്നാ മങ്കിയോ? സ്ക്വിറൽ മങ്കിയോ? അതെന്നെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി അല്ലേ? ഇത് ജീവനുള്ളതാണോ? അല്ല, ഇവിടെ വലിയൊരു പാമ്പുണ്ട് ജീവനുള്ളത്, സൂപ്പർ സ്നേക്ക്. Super snake is believed to be the largest reticulated python on display in the world. 7 മീറ്റർ നീളമുണ്ട് അവന്. ഇത് ഒറിജിനലുണ്ട് കേട്ടോ. അവിടെ ഇതേ കിടക്കുന്നു. അവിടെ കിടപ്പുണ്ടവൻ. അവൻ വിശ്രമത്തിലാ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൂപ്പർ സ്നേക്ക് 7 മീറ്റർ നീളമുണ്ട്. അതേ കിടക്കുന്നു. ഇവനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്നേക്ക്. അവന്റെ വായു ഇവിടെയുള്ള നമ്മളെ നോക്കുന്നുണ്ടോ? കണ്ടാ അവന്റെ കണ്ണുണ്ടോ? ഇവന് എന്തുമാത്രം തീറ്റ കൊടുത്ത് തിന്നുന്നുണ്ടാവുമല്ലോ ഒരു ദിവസം. ഇവിടെ കുറെ ബേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. നിലം പറ്റി നിൽക്കുന്ന പലതരം മത്സ്യങ്ങളാണ്. ആഹാ, ഇവനങ്ങ് അടുത്തടുത്ത് വരുന്നുണ്ട്. എൻ്റെ ഇത് ഓപ്പൺ ആണോ? ഇതിനെ പറഞ്ഞ അവനെ തൊട്ടു. നമ്മുടെ ഇത് നമ്മുടെ കുയിലിനെ പോലെ ഉണ്ടല്ലോ ആ ബേർഡ്. ഇത് ഇഗ്വാന ഇരിക്കുന്നു. ഒരു ഇഗ്വാന ഇവിടെ ഇരിപ്പുണ്ട് പാത്ത്. അവനെ കാണത്തില്ല കേട്ടോ ക്യാമറയിൽ, പക്ഷെ അവനോട് ഇരിക്കുന്ന കാണാം. ഇതെല്ലാം ഇരിക്കുന്നു. ഇത് ഇവിടെ പാത്തിരിക്കുക. കണ്ടാ ക്യാമറ കിട്ടുമെന്ന് അറിയത്തില്ല. കാക്കത്തമ്പലായിട്ട് കുയിലിനെ പോലെയൊക്കെ ഉണ്ടല്ലേ. ആമകളൊക്കെ ഇതിനെ മേളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഒന്ന് ഞാൻ തൊട്ട് നോക്കട്ടെ, ഇവൻ കാണാണ്ട് പുറകെ കൂടെ. സോഫ്റ്റല്ല, കുറച്ച് പരുക്കനാ. അതിന്റെ പേര് നോക്കണ്ട, നമുക്കറിയാം. അരാപ്പൈമയാന്ന്. എന്റെ പൊന്നോ, ഇത്രയും വലിയ അരാപ്പൈമനെയാണ് ആദ്യമായിട്ട് കാണാം. ഇത് ശുദ്ധജല മത്സ്യമല്ലേ? എന്റെ പൊന്നോ, എന്നോ വലിപ്പമല്ലോ അവന്. നമ്മുടെ നാട്ടിലെ കൂരലിനെയൊക്കെ പോലത്തെ മീനുകളാണല്ലോ. ഇതിന്റെ പേരാണ് റെഡ് ബെൽഡ് പിരാന. അയ്യന്റെ അമ്മ, ഇത് പിരാനയാണോ? ആള് ഫേമസ് ആണാണല്ലോ. അവന്റെ പാവണ്ടിലിരിക്കുന്നത്. ഇവനെ കണ്ട എന്ത് പാവം അല്ലേ? ഇവനാണല്ലേ ഉപദ്രവകാരി. അവന്റെ പല്ലെന്ന് നോക്കട്ടെ.
വിളിക്കാൻ പറ. പിരാനകളുടെ കൂടെ ഒരു സെൽഫി എടുത്താലോ? റിവർ ഷാർക്കുകൾ. Before switching to serious issue, in the Amazon rainforest alone, 70% of the virgin forest sites are If we continue at this rate, we can lose over ഓ, ഇതാ ഇതിലൂടെ പറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാ വലിയ നമ്മുടെ വലിയ ആഫ്രിക്കൻ തത്തമ്മ. ഇത് വംശനാശം വന്ന സാധനമാണ്. കണ്ടവാനം വേട്ടയാടലൊക്കെ വന്നിട്ട്. അവൻ ചിലപ്പോ കടിക്കുക. അവൻ ചിലപ്പോ കടിക്കും. ഇവന്റെ ഒരു ഒറ്റ കൊത്തിനുള്ളേ ഉള്ളൂ. ഇഷ്ടപ്പെടില്ല, പേടിച്ചിട്ടാന്നേ ഇവന്റെ അവനെ അങ്ങനെയാ മെരുക്കി കൊണ്ടുപോകുന്നല്ലേ. എന്നാലും അവൻ വെളി ചാടി. അതാ അതിന്റെ കൂട്ടുകാരനോട് ഇരിപ്പുണ്ട്. കൊക്കിന് മൂർച്ച കൂട്ടുവാണ്. അവന്റെ കൂട്ടുകാരനെ നോക്കിയാൽ ഇഷ്ടപ്പെട്ടില്ല. ഓടിക്കോ ഇങ്ങ പോരും, വാ പണി കിട്ടും. അവന്റെ ഒരു കൊത്തിനുള്ളതല്ലേ, ഇങ്ങ് പോര്. എന്റെ പൊന്നോ, മറ്റവരോട് ഇരിപ്പുണ്ട്. 2% of the Earth's surface. However, these mega diverse. ഇവിടെ റിവർ ഷാർക്കൊക്കെ നടക്കുന്നുണ്ട് ഇതിലൂടെ. In the Amazon rainforest alone, 70% of the virgin forests have disappeared. If we continue at this rate, we could lose. വേണ്ട, അവനെ നോക്കണ്ടെങ്കിൽ പോരെ. In less than 100 years. ഈ പുള്ളിക്കാരൻ എന്താ പറയുന്നത്? ഈ പുള്ളിക്കാരൻ പോയോ? സ്ഥലം വിട്ടോ? മേത്ത് കയറി ഇരുന്നില്ലേ? മേത്ത് കയറിയില്ലേ? ഓ, നമ്മൾ അടുത്തേക്ക് കയറുവാണേ. ബുത്തീന ഐലൻഡിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ബുത്തീന ഐലൻഡ്. അതിന് തീറ്റ കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം തെരണ്ടികളല്ലേ? Yeah. The sharks that we have here, these are basically ഇതിലേക്ക് തെരണ്ടികൾക്ക് തീറ്റ കൊടുക്കുന്നത്. they will shy away from humans. Approximately 400 species of shark. Actually, most of them they shy away from humans. They stay away from humans. But of course, there will be some. ഇതിനകത്ത് ഷാർക്കുകൾ ഉണ്ടെന്ന് അറിയാം. They're quite aggressive, based on the number of attacks. Those are the bull sharks, great white sharks, and tiger sharks. അവിടെ വേറൊരാളും തീറ്റ കൊടുക്കുന്നുണ്ട്. അത് എന്തോ ഇങ്ങനെ ഇറച്ചി കഷ്ണം പോലത്തെ എന്തോ സാധനങ്ങളാ. വൗ, 3D അല്ലേ? അടുത്ത ബ്ലോഗർ അപ്കമിംഗ് ബ്ലോഗറാണ്. എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹായ്. അടിപൊളി അടിപൊളി. ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. അവിടെ കുറേ അത്
നല്ല ആഴമുണ്ട് കേട്ടോ അത്. ഇവിടെ കുറെ ഉണ്ട് കേട്ടോ ഷാർക്കുകളൊക്കെ അല്ലേ? ഇതല്ലേ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലേ പറഞ്ഞു 200 ഷാർക്ക് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ തന്നെ കാണാമല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത്. അത് കണ്ടില്ലേ? ഇതെല്ലാം ചുറ്റിനും ഇവിടെ ഉള്ളത് കൂടുതൽ ഷാർക്കുകളാണ്. വലിയ ഷാർക്ക് വേണം, വലിയ വലുത് കാണാം. അവന്മാര് അതല്ലേ പറഞ്ഞു, അവന്മാര് എവിടെയെങ്കിലും മാറി നിൽക്കുമായിരിക്കും. ഇതിലും വലുത് മറ്റേ ദുബായ് മാളിൻ്റെ അകത്തുണ്ട്. ആ അവിടുത്തെ പാപ്പ കിടക്കുന്നല്ലേ? എണീക്കടാ, അവൻ ഉറങ്ങുക. 2 പേരുണ്ട് കേട്ടോ, 2 അല്ല 3 പേരുണ്ട്. വേണ്ട, നമുക്കിനി ഇതിപ്പോ 105 ദൃഹത്തിന് നമ്മൾ കാണേണ്ട സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് കയറി മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത്, അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്തേക്കുന്നതിൻ്റെ മേളിൽ കാണാം. അടിപൊളി അല്ലേ? സൂപ്പർ. അപ്പോൾ ഇതാണ് ബേസിക് പാക്കേജ്. ബേസിക് പാക്കേജിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ we took the ticket for 130 dirham. So they told to go up for some lift. Yeah, you will take the elevator to the first floor and continue with it. Thank you so much, sir. എക്സ്ട്രാ പേ ചെയ്യുന്നതിനുള്ളതാണ് നമ്മൾ ഈ മേളിലേക്ക് വന്നേക്കുന്നത്. ഷാർക്ക് ഡൈവ് ബിയോണ്ട് ദ ഗ്ലാസ് ബുത്തിനാഥ് ദോ ഒക്കെ ഇവിടെയാണ് ഉള്ളത്. ബുത്തിനാഥ് ദോ 150 ദർഹത്തിൻ്റെയാണ്. നമ്മൾ ബിയോണ്ട് ദ ഗ്ലാസ് ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. കണ്ടോ, ഇത് കടലുമായിട്ട് മുട്ടിക്കിടക്കുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ നമ്മൾ ബിയോണ്ട് ദ ഗ്ലാസ് കാണാൻ വേണ്ടി പോവാം. ശരിക്കും കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞാലേ അവർ കൊണ്ടുപോകുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമ്മളെ കൊണ്ട് അവർ പോവാണ്, അയാൾ പോവാണ്. ഇത് മറ്റേ ബോട്ട് സവാരിക്ക് വേണ്ടി ഉള്ളവർക്കാണ് ഈ സാധനങ്ങൾ. ബോട്ട് National Aquarium Abu Dhabi. I will take you on amazing journey in National Aquarium behind the sea. Thank you. So, as you can see, this area names Butina Dao Experience. To the visitors can take this boat to take one tour. This I want to show you one of the amazing experience that we have here in this area. This is a video represent to us about like one of the procedure of rescuing one of the largest shark, the whale shark, in the sea in the Arabian Gulf. They go 2014. They start also in the same contract in 2016. They start working, building this national aquarium in Al Qanaa project. This is the and the next step we can see the hospital of animals. How the staff of National Aquarium they take care for animals. Animal hospital. Yes. The dark brown dark color is poisonous. Then this one. Oh, this is poisonous monitor lizard. Just he can bite. Once he becomes scared of this carapace of this point, white point, they remove it by fresh water. നമ്മൾ മുന്നേ നടന്നില്ലേ? നമ്മൾ മുന്നേ നടന്നത് ഈ ഗ്ലാസ്സിൽ കൂടെയാ, ഇതിന്റെ അടിയിൽ കൂടെയുള്ള ഗ്ലാസ്സിൽ കൂടെയാ. അതിന്റെ മേൽഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് അടിപൊളിയാ കേട്ടോ. Now we see. Very nice. അപ്പോൾ നമ്മുടെ നാഷണൽ അക്വേറിയത്തിൻ്റെ നമ്മുടെ വിസിറ്റ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്താണല്ലോ എൻജോയ് ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ അകത്ത് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 105 ദിർഹത്തിൻ്റെ ബേസിക് പാക്കേജാണ് ശരിക്കും നല്ലതായിട്ട് എൻജോയ് ചെയ്യാനുള്ളത്. എല്ലാവരും വന്ന് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട, ഹൈലി റെക്കമെൻഡഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച്, അക്വേറിയത്തിനെക്കുറിച്ചും ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ബിയോണ്ട് ദ ഗ്ലാസ് എന്നുള്ള നമ്മളിപ്പോൾ രണ്ടാമത് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ കൂടെ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റേതും പറഞ്ഞ പോലെ ഈ മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതും ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള അവരുടെ സെറ്റപ്പ് എല്ലാം ഒന്ന് ബേസിക് ആയിട്ടുള്ള കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിലൊരു വഞ്ചി കൂടെ പോകാനുള്ളൊരു അവസരം കൂടെ ഉണ്ട്. അതിൽ 150 ദിർഹത്തിൻ്റെ പാക്കേജ്. അത് ഈ പറഞ്ഞ പോലെ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വഞ്ചി ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ പോയ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ളത് ആ ബേസിക് പാക്കേജാണ്. ബേസിക് പാക്കേജ് മസ്റ്റായിട്ട് എല്ലാവർക്കും എടുത്തിരിക്കേണ്ട ഒരു പാക്കേജാണ്. അടിപൊളിയായിരുന്നു. പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിനി പോകുന്നത്, ഇനിയിപ്പോൾ ദുബായ് എക്സ്പോയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ദുബായ് എക്സ്പോയുടെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ, സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊന്നും പറയാൻ അറിയത്തില്ല, എങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് കൂടുതൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ നാഷണൽ അക്വേറിയം. ഇവിടുത്തെ വ്യൂ കിട്ടും അല്ലേ? അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് കാണാം. അടിപൊളി. ബൈ.